സ്വാഗതം വീണ്ടും ന്യൂസ് തിയേറ്ററിലേക്ക്. കഴിഞ്ഞ ദിവസം തമിഴകത്ത് വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രതിഷേധം നടന്നു. അത് സോഷ്യൽ മീഡിയയിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ഗോ ബാക്ക് മോദി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എയിംസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വരവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ഡി എം കെയും ഒക്കെ അവിടെയുള്ള കക്ഷികളാണ് പ്രധാനമായും പ്രതിഷേധം നടത്തുന്നത്. അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാടിന് ഇതിനു മുൻപ് മോദി പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദുരന്ത സമയത്ത് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. അത് ചുഴലിക്കാറ്റായാലും തൂത്തുക്കുടിയിൽ നടന്നിട്ടുള്ള വെടിവയ്പിൽ മരിച്ച ആളുകൾ ഒക്കെ ആയാലും അതിലൊന്നും കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. കാവേരി വിഷയത്തിൽ തമിഴ്നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലാണ് ഗോ ബാക്ക് എന്നുള്ള പേരിൽ വലിയ പ്രതിഷേധം ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായത്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയൊരു പ്രതിഷേധം പിന്നീട് വ്യാപകമാവുകയായിരുന്നു. സംസ്ഥാനത്തിനകത്തും അല്ലെങ്കിൽ രാജ്യവ്യാപകമായ സമരം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. മോദി എന്തായാലും ഇന്നലെ പരിപാടി അവിടെ നടത്തിയെങ്കിൽ പോലും അവിടെ നടന്നിട്ടുള്ള പ്രതിഷേധം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. നമുക്കെന്തായാലും അതിനെക്കുറിച്ച് ചരിത്ര അധ്യാപികയായ ചെന്നൈയിൽ തന്നെ ഉള്ള സംപ്രീത കേശവ് ഈ സമരത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന്. AIADMKയോട് ചേർന്ന് നിന്നുകൊണ്ട് 2019 ഇലക്ഷനിൽ വലിയൊരു മുന്നേറ്റം നടത്താമെന്ന് BJP കരുതുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം വിലയിരുത്തപ്പെടുന്നതും. ഭാരതം, ഹിന്ദു ഐക്യം എന്നീ ആശയങ്ങളെ BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ ദ്രാവിഡ ഐക്യം, തമിഴ് സ്വത്വം എന്നീ ആശയങ്ങളുടെ പുനരുജ്ജീവനമാണ് അതിന് എഗെയിൻസ്റ്റായിട്ട് തമിഴ്നാട്ടിൽ സമീപകാലത്തായിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് വരുന്ന ഒരു ആശയാവലി എന്ന് പറയുന്നത്. വലിയൊരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള BJPയുടെ ഒരു തോന്നലിനെ തമിഴ് ജനത ചെറുക്കുന്നതും ഒരുപക്ഷെ ഈ ഒരു ആശയത്തെ മുൻനിർത്തി തന്നെയാണ്. എക്കാലത്തും ദ്രാവിഡ കഴക പാർട്ടികൾ പോലെയുള്ള ദ്രാവിഡ പാർട്ടികൾക്ക് തന്നെയാണ് തമിഴ്നാട്ടിൽ പ്രധാന സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമായിരിക്കില്ല. ഗജ ചുഴലിക്കാറ്റ് വന്ന സമയത്ത് ഇവിടെ സന്ദർശിക്കാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ എന്തിനാണ് സന്ദർശിക്കുന്നത്? അതൊരു കാരണമായിട്ട് മാത്രമാണ്. എന്തിനും ഒരു വലിയൊരു ക്യാൻവാസിൽ നോക്കി കാണണം ഇതിനെ. ഒരിക്കലും അതൊരു ഗജ ചുഴലിക്കാറ്റ് അടിച്ച സമയത്ത് വരാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ വരണ്ട എന്നുള്ളത് മാത്രമല്ല, സന്ദർശനത്തെ വെറും ഒരു പ്രധാനമന്ത്രിയുടെ ദേശ സന്ദർശനമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള വലിയൊരു ക്യാൻവാസിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ നോക്കിക്കാണുന്നത് എന്ന് തന്നെ വേണം കരുതാനെന്ന്. ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള തന്നെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സമയപരിമിതി കൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് പോകുന്നത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് തിയേറ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നാം മുന്നോട്ട് കാണാം.